ആനന്ദ് ശർമ്മയാണ് ഇറാഖിൽ 39 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടിൽ രാജ്യസഭയുടെ ശ്രദ്ധ ക്ഷണിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിയണമെന്ന് ആനന്ദ് ശർമ്മ ആവശ്യപ്പെട്ടു. ഇറാഖിലെ ഇന്ത്യക്കാർ നേരിടുന്ന വിഷയങ്ങളിൽ സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചതായും കോൺഗ്രസ് പ്രതിനിധി കുറ്റപ്പെടുത്തി. വിഷയത്തിൽ മറുപടി പറഞ്ഞ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ആക്ഷേപങ്ങൾ നിഷേധിച്ചു. ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ പടരുന്നതെന്നായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ മറുപടി. ഇറാഖിലുള്ള ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതരാണെന്നാണ് സർക്കാരിന്റെ ഇപ്പോൾ വരെയുള്ള അറിവെന്നും അവർ രാജ്യസഭയെ അറിയിച്ചു. हर वो देश जिससे मदद की उम्मीद हो सकती थी, हमने डायरेक्ट संपर्क साधा. केवल विदेश मंत्रियों तक नहीं, उनके हेड्स ऑफ स्टेट्स तक संपर्क साधा. हमने हर वो संस्था जिससे हमें मदद का भरोसा हो सकता था, उस हर संस्था से संपर्क साधा. और हर वो व्यक्ति जिससे किसी ने कहा कि इससे सहायता मिल सकती है, उससे भी संपर्क साधा. അതേസമയം തൊഴിൽ നിയമ ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ ഇന്ന് പിരിഞ്ഞു. നേരത്തെ രാജ്യസഭ പാസാക്കിയ ബില്ലാണ് ലോക്സഭ ഇന്ന് പരിഗണിച്ചത്. റിപ്പോർട്ടർ, ദില്ലി.